ചങ്ങായിമാരെ, ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പള്ളിയിലെ വൈദികനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പിന്നെ പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാർക്ക് നേരെയൊക്കെ സംഘപരിവാറിന്റെ ക്രൂരമായ ആക്രമണം. അതായത് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നേരെ വരെ ഈ സംഘികളുടെ ക്രൂരമായ ആക്രമണമാണ്. നിങ്ങൾ നോക്കിയിട്ട് എത്രമാത്രം വീരുക്കളാണ് ഇവര് പറഞ്ഞത് അവിടെ മതപരിവർത്തനം നടത്തിയെന്നാണ്. ഇവർക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് എന്നെ മതപരിവർത്തനം ഇവർ നടത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ടോ തെളിയിക്കാൻ വേണ്ടിയിട്ടോ ഒരു ഉണ്ടിയും കയ്യിലില്ല. ഇവർക്ക് പ്രാർത്ഥന കാണുമ്പോൾ ഒന്ന് ആലോചിച്ചേക്കട്ടെ, ഹിന്ദു മതത്തിൽ തന്നെ പെട്ട ദളിതർ പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്പലത്തിൽ നിന്ന് ദളിതരെ വിളിച്ചു കൊണ്ടുപോയി തല്ലുക, ദളിതൻ പ്രാർത്ഥിച്ച അമ്പലത്തിൽ പുണ്യാൻ തളിച്ച് ശുദ്ധീകരിക്കുക എന്ന് വേണ്ട എന്തെല്ലാം ക്രൂര കൃത്യങ്ങളെ ഇവർ ചെയ്യുന്നത്. അതായത് സ്വന്തം ഹിന്ദു മതത്തിൽപ്പെട്ട ദളിതർ ചെയ്യുമ്പോൾ അപ്പം അന്യ മതത്തിൽപ്പെട്ട ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് ചൊറിച്ചിൽ വരും. അതിന് ഇവര് മതപരിവർത്തനം എന്നും പല കള്ളങ്ങളും പറയും. എന്തിന് ഇവരെ ആക്രമിക്കണം? മറ്റുള്ള മതങ്ങളെ വിടുകയില്ല ഇവര്. സ്വന്തം മതത്തിലുള്ളവരെ വിടാത്തവര് മറ്റുള്ള മതങ്ങളെ വിടുക. നല്ല മഴയായതുകൊണ്ട് നമ്മളെ കാസയും കൂസയിലും ആ മഴയിലെ കുത്തലിപ്പിൽ ഒലിച്ചങ്ങ് പോയിട്ടുണ്ട്. നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ഈ കൂതറ കാസയും കൂസയും ഒഴുക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്നവിടെ പിടിച്ചു വെച്ചിട്ട് അവർക്ക് ഈ വീഡിയോ കാണിച്ചു തുടങ്ങും. കണ്ട ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ നാറി കാസയും കൂസയും കാരണമാണ് ഇത്രമാത്രം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്. ഇവരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോയിലേക്ക് കിടക്കാം. മറക്കരുത്, കാസയും കൂസയും ഒഴുക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഇങ്ങനെ മുഖം ഇട്ട് ഒരച്ചിട്ടുണ്ടല്ലോ, ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടാ. എത്ര സമയം ഈ വീഡിയോ ഇത്രയും നല്ല ഒരുപാട് സമയമുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കും. അത്രമാത്രം ലെങ്തി ആയിട്ട് ഇവർ ഇത്ര സമയം. പോലീസ് അവിടെ നിന്നിട്ടുണ്ടല്ലോ, അല്ല മാറിക്കട മോനെ സംഘി അടിക്കല്ലട മോനെ സംഘി, ആ അവസ്ഥയിലാ പോലീസ് അടിയുള്ളേ. നമ്മളെ കേരളത്തിലെല്ലാണെങ്കിൽ പോലീസ് വേണം, നാട്ടുകാർ വന്ന് കൈവെക്കൂലേ. ഇതിന് ഹിന്ദുക്കൾ വന്നിട്ട് സംഖ്യകൾ എടുത്തെറിയില്ലേ. ഇതേ അവസ്ഥ കേരളത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് സംഘികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറെ സംഘികൾ ഇപ്പൊ കോട്ടയത്ത് BJP അനുകൂലമായിട്ടൊരു ക്രിസ്ത്യൻ സംഘടന വരുത്താൻ നോക്കുന്നുണ്ട്. പള്ളിയിലച്ഛനെ അതിന് വിളിച്ചത്, പള്ളിയിലച്ഛന് പിന്നെ തിരിഞ്ഞ് ഇത് ഉടായ്പ പരിപാടിയാണ്. നോക്കിയിട്ട് ഇത്രമാത്രം ആക്രമണം നോർത്ത് ഇന്ത്യയിൽ സംഘിയിലെടുക്കുന്ന ക്രിസ്ത്യാനികൾ അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ കുറെ ക്രിസ്തംഗികളും വിവരമില്ലാത്ത കൂസന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. കുറെ ആൾക്കാർ വെള്ളിക്കിരീടും മുക്കിരീടും എല്ലാം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഇത്. കുറച്ചൊക്കെയായിട്ട് ഇവർക്കെങ്ങാനും കേരളം കൈ കിട്ടിയാൽ ഇതിലും ഭീകരമായിരിക്കും കേരളത്തിന്റെ അവസ്ഥ. ഇതൊക്കെ പൊട്ട് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടല്ലോ, അതായത് വിസർജനം TV തകർത്തിട്ട് സംഘിയുടെ കണ്ണിൽ പൊന്നോമന പുത്രനാകാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് ഈ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കണം. ഇങ്ങനെ കൈകാര്യം ചെയ്യും. കാരണം അവരുടെ ഇപ്പോഴത്തെ മേധാവി BJPന്റെ അധ്യക്ഷൻ. അപ്പം ഇങ്ങനെയൊക്കെയല്ലേ കൈകാര്യം ചെയ്യാൻ കഴിയും. ആ വാർത്ത കേട്ടോക്കും ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഈ വാർത്തനെ കൈകാര്യം ചെയ്തതെന്ന്. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ കവർദയിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ അതിക്രമമെന്ന് പരാതി. ആരാധനാ സമയത്ത് പള്ളിയിലെത്തി ബജരംഗ് പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നും അതിക്രമത്തിന് പോലീസ് കൂട്ടുനിന്നുവെന്നുമാണ് ഫാദർ ജോസ് തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ കോടതി വളപ്പിലും അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ജോസ് തോമസ് പറയുന്നു. അദ്ദേഹത്തിന് എന്താ നോക്കിട്ടെ പരാതി പറയുന്നു. അപ്പൊ ഇവർക്ക് ഉറപ്പില്ല. ഈ വീഡിയോ ഇത്രയും വൈറലായിട്ട് ഏഷ്യാനെറ്റിന് മാത്രം ഉറപ്പില്ല. ബാക്കി കേരളത്തിൽ എന്ത് നടക്കുമ്പോൾ ആധികാരികമായിട്ട് അങ്ങനെ പറയും, ഇങ്ങനെ നടന്നു, ഇങ്ങനെ സംഭവിച്ചു എന്ന് ഉറപ്പ് പറയുന്നു. ഇവർക്ക് ഇത്രമാത്രം അക്രമം ഒരു വൈദികനും കുടുംബവും അവളുള്ള ബാക്കിയുള്ളവർ നേരിട്ടിട്ട് ഈ വീഡിയോ ഇത്രയും വൈറലായിട്ട് ഇവരിപ്പം അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. ഉറപ്പിച്ചില്ല ഇവര്. ഇതാണ് ഏഷ്യാനെറ്റിന്റെ അവസ്ഥ.
ഈ ഏഷ്യാനെറ്റാണ് നേരോട് നിർഭയം നിരന്തരം മനുഷ്യരെ ഊമ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കനത്ത മഴയിൽ ഒലിച്ചുപോയ കാസകൂസന്മാരെ നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് കാണണം കേട്ടാ. വേറൊന്നും പറയാനില്ല. ഇനി അടുത്ത അടി ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്നത് കണ്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. വളരെ സങ്കടത്തോടെ സന്തോഷത്തോടെ നല്ല ഇത് പറയുന്നത്. പക്ഷെ ഇനിയെങ്കിലും കാസകൂസന്മാർ അടിച്ചോട്ടിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സംഘികളെയും കാട്ടി വിഷയമാണ് ഈ കാസകൂസ കൃസംഗികൾ. എന്നാ പിന്നെ ശരി സുലാൻ.